അദ്ദർസു സാലിസ് പാഠം 3. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് അമലുകൾ സ്വീകരിക്കപ്പെടുക നിയ്യത്ത് കൊണ്ടാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതുപോലെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കൽ നിയ്യത്ത് വേണം. ഉസ്താദേ, മുഹ്സിന്റെ വുളു ശരിയായിട്ടില്ല, അവന്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല. ഹാമിദ് പറഞ്ഞു, കൈമുട്ട് ഉൾപ്പെടെ കഴുകൽ വുളുഇന്റെ ഫർളാണ്. ഫർള് ഒഴിവാക്കിയാൽ വുളു ശരിയാവില്ല. ഉസ്താദ് പറഞ്ഞു. വുളുഇന്റെ ഫർളുകൾ ഏതൊക്കെയാണ്? ഹാമിദ് ചോദിച്ചു. വുളുഇന് 6 ഫർളുകളുണ്ട്. 1 നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക, 3 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക, 4 തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. തർത്തീബ് പറഞ്ഞാൽ ക്രമത്തിൽ ചെയ്യുക. ആദ്യം നെയ്യത്ത്, പിന്നെ മുഖം കഴുകുക, പിന്നെ 2 കൈ കഴുകുക, പിന്നെ തലയിൽ അല്പം തടവുക, പിന്നെ 2 കാലും കഴുകുക, പിന്നെ തർത്തീബ് ക്രമത്തിൽ ചെയ്യുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വുളു ശരിയാവില്ല. ഉസ്താദ് വിശദീകരിച്ചു. അപ്പൊ നമ്മളെ ഹാമിദ് പറഞ്ഞത്, മുഹ്സി വുളു ചെയ്തപ്പോ അവന്റെ കൈ മുട്ട് നനഞ്ഞിട്ടില്ല. അപ്പൊ 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകിയെങ്കിലേ വുളു സഹിയാവുള്ളൂ. വുളുവിന്റെ ഫർള് ഒഴിവാക്കി. അപ്പൊ മുഹ്സിന്റെ വുളു ശരിയായിട്ടില്ല. എങ്ങനെയാണ് വുളുഇന് നിയ്യത്ത് ചെയ്യേണ്ടത്? സൈനബ് ചോദിച്ചു. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നെയ്യത്ത്. ഉസ്താദ് പറഞ്ഞു. സൈനബാന്റെ ചോദ്യമാണ്, വുളു ചെയ്യുമ്പോ എങ്ങനെയാ ഉസ്താദെ നെയ്യത്ത് വെക്കുക? മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നെയ്യത്ത്. ഒന്ന് വായിച്ചോക്കാണ്. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. തർത്തീബ് എന്നാൽ എന്താണ്? റബീഅ ചോദിച്ചു. ഫർളുകൾ മേൽപ്പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. കുട്ടികൾ ആമീൻ പറഞ്ഞു. ഈ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ പറഞ്ഞ കാര്യം നമ്മൾ ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ് പോലുള്ള എല്ലാ കാര്യങ്ങളും നിയ്യത്തുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാവുകയുള്ളൂ. അള്ളാഹു നമ്മൾ പറഞ്ഞത് പഠിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരട്ടെ. ആമീൻ.